ആ ഞാൻ കണ്ടായിരുന്നു അത് പറയാം. അടുത്ത വണ്ടി പിടിക്കണം. അവിടെ തിരിച്ചുകൊണ്ട് പോയ വണ്ടി ഇതിലെ വരത്തില്ലെന്ന് പറയാം. വണ്ടി തിരിച്ചിട്ട് പോയാൽ ആദ്യ വണ്ടി ഇവിടുന്ന് വരത്തില്ല. റോഡ് പണിഞ്ഞിട്ടേക്കുക. അല്ല അവിട്ടാ തിരിക്കുക. വലിയ വണ്ടിയുടെ അവിടെ തിരിച്ച് അങ്ങോട്ടാവും. എങ്ങോട്ട് പോയി? അവിടെ കിടന്ന വണ്ടിയല്ല ഇതിലെ പോയി കനാലിലെ കൂടെ ഇപ്പോഴാണ് ഇത് സംഭവിച്ചത്. എന്താ പോലെ ഇതിന്റെ അടി മൊത്തം ഇളവിയിരിക്കുവാന്നല്ലേ. ഈ റോഡേ കൂടെ ആണോ ഇത്ര സ്കൂൾ ബസ്സും എല്ലാം പോകുന്നത്? എന്താ പൊന്നെ ഇത് മൊത്തം പൊളിഞ്ഞിരിക്കുക ഒരു സൈഡ് കൊണ്ട്. ഈ പിള്ളേരെയൊക്കെ വെച്ച് വാഹനങ്ങൾ പോകുന്ന ഇതുവഴി ഇതിനകത്തൂടെ വന്നത്. ഇപ്പോഴാണോ നിങ്ങൾ ഇതൊക്കെ കാണുന്നേ? നിങ്ങൾ പ്രതികരിക്കണ്ടായോ? അവരെ ആരും നോക്കുന്നു എടുക്കുന്നൊന്നും ഇല്ല. നമ്മളെന്താ ചെയ്യുന്നത്? സ്കൂള് അവർക്കൊന്നും താല്പര്യമില്ല. നമ്മളെന്താ ചെയ്യുന്നു? ഈ സൈഡിൽ ഒരു ബലവുമില്ല, ഒരു പിടുത്തമില്ലായിരിക്കും ഈ ഒരു പാലം. എല്ലാ പാർട്ടിക്കാരും വാങ്ങിക്കുക, അവരവരെ വീതം വാങ്ങിച്ചുകൊണ്ട് പോവുക. ഇതിനെപ്പറ്റി എത്ര അപേക്ഷ കൊടുത്തതെന്ന് അറിയാം. ഇവിടെ ഒരുപാട് അപേക്ഷ കൊടുത്തേ. ഒരുപാട് അപേക്ഷകൾ കൊടുത്തേ. നാട്ടുകാരെല്ലാം പരാതി പറഞ്ഞു. ഈ സ്കൂളിനെ ഒക്കെ അവർക്ക് പൈസ മതി. പൈസ മതി. ഇപ്പൊ ഇതിനകത്തൂടെ ഇപ്പൊ നിങ്ങൾ പ്രതികരിക്കാനുണ്ടായ കാരണം എന്തോ? പ്രതികരിക്കാൻ ആദ്യമേ ഞങ്ങൾ പറഞ്ഞിട്ട് വെള്ളം ഒഴിക്കണമെന്ന് പറഞ്ഞു റോഡിൽ. അപ്പൊ അതിനകത്ത് ഒരു വണ്ടിക്കാരൻ വന്നിട്ട് പറഞ്ഞ് നീയൊക്കെ വേണമെങ്കിൽ അവിടെ പോയി പറയാം. അത്ര ധിക്കാരപരമായിട്ടുള്ള ഇടപെട്ടേണ്ടത് നമ്മൾ പറഞ്ഞു. അല്ലാതെ മണ്ണെടുക്കുന്നതിന് നമുക്ക് ഇനിയിപ്പോ ഇന്നുണ്ട്. ഈ പാലം കണ്ടില്ലേ? ഈ പാലത്തിന്റെ അവസ്ഥ കണ്ടോ? അതായത് അവസ്ഥ കണ്ടപ്പോൾ വളരെ ദുരിതാവസ്ഥയിലായിരിക്കും. ഏത് നിമിഷവും തകർന്ന് മൊത്തം ഏത് സമയം തകരും. സ്കൂൾ വണ്ടിയുള്ളതാ, സ്കൂൾ ബസ് ഉള്ളത്. 7 വണ്ടികൾ 8-9 സ്കൂൾ ബസ് തന്നെ ഇവിടെ വരുന്നതാ. ഡെയിലി വരുന്നേ നിരന്തരം. അല്ല ഒരുപാട് അല്ലാതെ ഈ സ്കൂളിന്റെ മാത്രം അല്ലാതെ നിരവധി സ്കൂൾ ബസ്സുകൾ പോകുന്നുണ്ട്. കൊട്ടാരക്കര, പുത്തൂര്, എല്ലായിടത്തും എത്ര ഏതെങ്കിലും ഒരു വണ്ടി വന്ന് ഈ സ്കൂൾ പിള്ളേരെ വരുന്നെങ്കിൽ അപകടം ഉണ്ടാകുകയും ചെയ്യും. പേരിലും അല്ലാതെ ജനകീയ സമിതിയുടെ പേരിലും പരാതികൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഇതേവരെ അധികാരപ്പെട്ട ഇവരുടെ കയ്യിൽ നിന്ന് ഒരു എംപിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എംപിക്ക് കൊടുത്തിട്ടുണ്ട്, MLA ക്ക് കൊടുത്തിട്ടുണ്ട്. എന്നെ കൊടുത്തു. ഇപ്പോഴൊന്നും അല്ല, ഒരു ചെറുക്കൻ വന്ന് വീട് മരിച്ചു. ബൈക്കിനകത്ത് വീണ് സൈഡ് വരിയൊക്കെ നഷ്ടപ്പെട്ടു. സൈഡിൽ വന്ന് വീട് നാടായി ഈ പാറപ്പുറത്ത് നിന്നാ മരിച്ചത്. വീണ് മരിച്ചത്. എന്തെല്ലാം പരാതി കൊടുത്തിട്ടുണ്ടോ? 3 മാസം മുമ്പ് വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വാർഡിന്റെ 2, 3, 4 വാർഡിന്റെ സർക്കാർ സ്ഥാനമാണ് അരീക്കൽ പാലം എന്നാ പറയുന്നത്. ഇവിടെ ഒരു സ്കൂളുണ്ട്. അന്നേരം ഇവര് KP ആണ് ഇത് ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതെന്നാണ് അവര് പറയുന്നത്. പക്ഷേ ഇവരിതിന് മുൻകൈ എടുത്താലേ അവരെന്തെങ്കിലും ചെയ്യത്തുള്ളൂ. അതിന് വേണ്ട നടപടികൾ അവർ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഒരു കാരണവശാലും പാർട്ടിപരമായിട്ടുള്ള കാര്യങ്ങളല്ല പറയുന്നത്. നമ്മള് ജനങ്ങൾ നമ്മളിവിടുത്തെ പൗരന്മാര് അവരുടെ അവകാശം, അവരവരുടെ മക്കളുടെ അവകാശം, നമ്മുടെ പ്രയോറിറ്റി, നമ്മുടെ പ്രൊട്ടക്ഷൻ അതിനുവേണ്ടി മാത്രം. അതുകൊണ്ട് പിന്നെ വണ്ടി വരണ്ട. 40 ഭാഷയാണ് നമ്മുടെ ഹൈവേയുടെ എഞ്ചിനീയർ ഇല്ലയോ, അയാളെ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നു. ഹൈവേ എഞ്ചിനീയർ ഹൈവേക്ക് വേണ്ടി മണ്ണെടുത്തു. ഹൈവേ എല്ലാം മണ്ണ് കൊണ്ടുപോകുന്നത്. ഈ മൊത്തം കള്ളത്തരം കാണിക്കുന്നവന്മാർ. ഞങ്ങള് പറഞ്ഞു എനിക്ക് വെള്ളം അടിക്കണമെന്ന് പറയുള്ളൂ. അപ്പൊ വണ്ടിക്കാരൻ ഞങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് വെള്ളം അടിക്കാനാണെങ്കിൽ
അവന്മാരുടെ പൈസ വാങ്ങിക്കുക. പൈസ മേടിക്കും. പൈസ നമ്മളെ വെള്ളം അടിക്കാനാണ് ചോദിച്ചത്. നമ്മൾ ഈ റോഡേ കൂടെ വണ്ടി പൊടി കാരണം ഇരിക്കാൻ വയ്യ. പൊടി കാരണം ഇരിക്കാൻ വയ്യ. അതേ പറഞ്ഞുള്ളൂ. പിള്ളേർ ഇവിടെ 25 പിള്ളേർ എത്ര വണ്ടികൾ അവിടെ തിരിഞ്ഞു പോകുന്നത്. അടിവശം മൊത്തം ഇരിക്കും. ആ പാറയിലാണ് വന്ന് വീട് ഒരുത്തം ചത്തുപോയത്. ഈ ബൈക്കിനകത്ത് ആ പാറ വന്ന് ചത്തുപോയത്. എന്തുവായാലും നമ്മൾ ഈ കാണിച്ചതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്. അതായത് അരീക്കൽ സ്കൂളിന് സമീപമായിട്ട് നിൽക്കുന്ന ഒരു പാലമാണ്. നിരവധി, എനിക്ക് തോന്നുന്നൊരു 15-20ഓളം സ്കൂൾ ബസ്സുകൾ രാവിലെയും വൈകുന്നേരവുമായിട്ടും ഇതുവഴി നിറയെ കുട്ടികളുമായിട്ട് പാസ് ചെയ്യുന്ന ഒരു പാലത്തിൻ്റെ അടിവശമാണ് ഇത്. അധികാരികൾ കാണുന്നെങ്കിൽ ഇത് ഗൗരവമായിട്ട് തന്നെ എടുക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നിവിടെ ഒരു മണ്ണെടുപ്പ് വിഷയമായിട്ട് ഓവർലോഡും കയറ്റി വരുന്ന ലോറികൾ ഇതുവഴി പായുന്നു. അത് കണ്ടപ്പോൾ ഈ നാട്ടുകാർക്ക് മുഴുവൻ വളരെ ഭീതി. എന്ന് വെച്ചാൽ ഈ ഒരു പാലം തകർന്നു പോകും എന്നുള്ളൊരു പേടിയോടുകൂടിയാണ് ആൾക്കാർ ഇന്നിവിടെ പ്രതികരിക്കുവാൻ തയ്യാറെടുത്തിരിക്കുന്നത്. ഒരു ബലവുമില്ല, ഒരു അടിത്തട്ട് പോലും ഇളകി ഇരിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ ഒരു പാലത്തിൻ്റെ സൈഡ്. അതായത് നിരവധി, നമുക്ക് ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുമായിട്ട് പോകുന്ന ബസ്സുകൾ, സ്കൂൾ ബസ്സുകൾ 10-20ഓളം ബസ്സുകൾ ഇതുവഴി പോകുന്നതാണ്. ആ ഒരു പാലത്തിൻ്റെ അടിവശം എടുത്തു വെച്ചേക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എടുത്തു കാണിക്കുകയാണ്. മീഡിയ വിശേഷങ്ങളിൽ എടുത്ത് ശക്തമായിട്ട് തന്നെ പറയണം, അടിത്തട്ടിളവിയിരിക്കുന്നു. ഏത് നിമിഷവും തകർന്ന് തരിപ്പണമായി താഴെ പോകാം. വലിയൊരു അപകടം മുൻകൂട്ടി അറിയിക്കുകയാണ് അധികാരികളെ. ഇതിന് വേണ്ടുന്ന നടപടി എടുത്തില്ല എങ്കിൽ വരും കാലങ്ങളിൽ അധികാരികൾ അടക്കമുള്ളവർ ദുഃഖിക്കേണ്ടി വരും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ എടുത്തു കാണിക്കുന്നത്. മറ്റാർക്കും വേണ്ടിയല്ല, മറ്റാരെയും സംരക്ഷിക്കാൻ വേണ്ടിയോ മറ്റൊരു രാഷ്ട്രീയക്കാരെ സപ്പോർട്ട് ചെയ്യുകയല്ല. ആ രാഷ്ട്രീയക്കാരറിയണം, ചിലപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളും ചിലപ്പം ഇതുവഴി വാഹനത്തിൽ പോയിരിക്കും. നമ്മുടെ കമ്പികൾ വരെ വിണ്ടുമാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ എടുത്തു കാണിക്കുന്നത്. മറ്റൊന്നുമല്ല, ഒന്ന് തൊട്ടാൽ ആ കമ്പികൾ പൊടിഞ്ഞു വീഴും. ഒരു കമ്പ് വെച്ചു ഒരു കമ്പ് വെച്ച് ചെറുതായിട്ട് തട്ടിയാൽ പൊടിഞ്ഞു വീഴും ആ കമ്പികൾ. കേട്ടോ, ഇത് കണ്ടോ, ആ കമ്പിയാണ് പൊടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് കേട്ടോ. അയ്യോ, ആ കമ്പി മൊത്തം പൊടിഞ്ഞ് നമ്മളേതാണ്ടില്ലേ കണ്ടോ, ആ കമ്പി മൊത്തം പൊടിഞ്ഞു വീഴുവാണ്. ആ കമ്പ് വെച്ചോണ്ടോ. മതി മതി മതി, ഇനി അത്രയെങ്കിലും വില വരുന്നുണ്ട്. വേണ്ട വേണ്ട, ആ കമ്പി മൊത്തം പോവും. എന്തുവായാലും അധികാരികൾ ഇനി കണ്ടില്ല എന്ന് പറയുന്നത് വളരെ മോശമാണ്. ഇത് വെച്ചാൽ അത് സ്കൂള് ഇവർ പറയുന്നതിനകത്തെല്ലാം കാര്യമുള്ള കാര്യങ്ങളാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുപോലെ വലിയൊരു ആപത്ത് ഉണ്ടാവുന്നതിന് മുമ്പ് മുൻകൂട്ടി മീഡിയ വിശേഷങ്ങൾ എടുത്തു കാണിക്കുകയാണ്. അതേപോലെ ഇവിടെ അരീക്കൽ സ്കൂള് തൊട്ടടുത്താണ്. കുഞ്ഞുങ്ങൾ അവിടെ തന്നെ ഒരു, എനിക്ക് തോന്നുന്നു 2-3 ഇതിൻ്റെ സൈഡ് പോലും പോയിരിക്കുന്ന ഒരവസ്ഥയിലിരിക്കുകയാണ്. ആഹാ, റോഡിൻ്റെ നടുക്കം പൊട്ടിയിരിക്കുകയാണ് അല്ലേ? ഇപ്പോൾ ഇടിഞ്ഞല്ലേ ഈ കോൺക്രീറ്റ്? കോൺക്രീറ്റ് നടുവ് പൊട്ടിയിരിക്കുന്ന ഒരു കാഴ്ച ചിലപ്പോൾ ക്യാമറയ്ക്കകത്ത് നല്ലോണം കാണാൻ പറ്റുന്നില്ലായിരിക്കും. എന്നാലും കണ്ടോ, ഈ ഒരു റോഡിൻ്റെ പാലത്തിൻ്റെ നടുവശമാണ് പൊട്ടിയിരിക്കുന്നത്. ഇതൊക്കെയാണ് ജനങ്ങൾ പ്രതികരിക്കാൻ ഇവിടെ വന്നിരിക്കുന്നത്. എന്തുവായാലും ഇവിടുത്തെ മെമ്പർ ആരാ? 3 വാർഡിൻ്റെ സംഗമ സ്ഥലമാണ്. ആർക്കും ഉത്തരവാദിത്വം ഇല്ലാതെ കിടക്കുക. എന്തുവായാലും തൊട്ട് മുകളിൽ നമുക്ക് ഇവിടെ നിന്ന് കാണാം മഞ്ഞ പെയിൻ്റ് അടിച്ചിരിക്കുന്നത് അരീക്കൽ സ്കൂളാണ്. ഈ അരീക്കൽ സ്കൂൾ എന്ന് പറയുന്നത് വെണ്ടാർ ബാലകൃഷ്ണ സാറിൻ്റെ വീടാണ്. അവിടെ നിരവധി വാഹനങ്ങൾ ആ വീട്ടിലേക്ക് തന്നെ എത്തുന്ന ഒരു സ്കൂൾ ബസ്സുകൾ ഒരുപാട് എത്തുന്ന ഒരു വീടാണ്. അതേപോലെ നിരവധി ആൾക്കാർ ഇതിനപ്പുറത്തോട്ടുള്ള ഒരു 10,000 കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയയാണ്. ആ ഏരിയയിലേക്ക് ഈ കൊട്ടാരക്കരയ്ക്ക് പോകാൻ വേണ്ടി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു റോഡാണിത്. ആ റോഡിൻ്റെ ശോചനീയാവസ്ഥ അധികാരികളെ അടക്കമുള്ളവരെ ഞങ്ങൾ എടുത്തു കാണിക്കുകയാണ്. ഇപ്പം ഈ നാട്ടുകാരടക്കമുള്ളവർ ഇവിടെ പ്രതികരിക്കാൻ എത്തിയതിൻ്റെ കാരണം ഇതിലേക്കൂടെ മണ്ണ് ലോറികൾ അമിത ലോഡും കയറ്റി ചീറിപ്പായുന്ന ഒരു റോഡിൻ്റെ അവസ്ഥയാണ് എടുത്തു കാണിക്കുന്നത്. പൊടിശല്യം കൂടിയ ഒരു തർക്കം ഇവിടെ സംസാരിച്ചതിൻ്റെ പേരിലാണ് ഇന്ന് ഈ ഒരു പാലത്തിൻ്റെ അവസ്ഥ എടുത്തു കാണിക്കുന്നത്. എന്തുവായാലും അധികാരികളടക്കമുള്ളവർ വലിയൊരു അപകടത്തിന് സാക്ഷിയാവേണ്ടി വരും ഇതിനൊരു തീരുമാനം ഉടനെ എടുത്തില്ലെങ്കിൽ. എന്തായാലും ഈ നാട്ടുകാർ, ഈ പ്രബുദ്ധരായ നാട്ടുകാർക്ക് പ്രതികരിക്കാനേ പറ്റൂ, അല്ലാതെ അവർക്ക് പാലം പണിയാൻ പറ്റത്തില്ല. അവർക്ക് പാലം പണിയാൻ പറ്റുമായിരുന്നെങ്കിൽ അവരൊരു ആപത്ത് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. ഇനിയെങ്കിലും അധികാരികൾ ഇത് മനസ്സിലാക്കി ഇതിന് വേണ്ടുന്ന ഒരു നടപടിയെടുക്കണം. തന്നെയല്ല, ഈ ഇവിടെ 10ഓളം സ്കൂളിലെ വണ്ടികൾ ഇവിടെ വരുന്നുണ്ട്. ഇതെല്ലാം ഈ കൊച്ചുങ്ങളെയും കൊണ്ട് ഇതിലേ വരുന്നത്. നമ്മൾ പിന്നെ MP-മാർക്ക് MLA-മാർക്ക് എല്ലാവർക്കും എന്നേ കൊടുത്ത്, എത്രയോ വർഷം മുമ്പേ കൊടുത്ത് ഈ പാലം ഒന്ന് പണിയണമെന്ന് പറഞ്ഞ് അത് കൊടുക്കുന്നില്ല. ഇപ്പം ആണെങ്കിൽ മണ്ണും കയറ്റി വരുന്ന വണ്ടി അമിത ലോഡോട്ട് അവിടെ വരുന്നത്. നമ്മൾ അവരോട് ആദ്യമേ പറഞ്ഞത് ഇവിടെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ക്ലിയർ ആക്കണമെന്ന് പറഞ്ഞു. അപ്പം വന്ന വണ്ടിക്കാർ, മറ്റേവർ നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല, വണ്ടിക്കാർ നമ്മുടെ അടുത്ത് ആ രീതിയിലല്ല പ്രതികരിച്ചേക്കുന്നത്. വളരെ മോശമായിട്ട്
ഇത് ചെയ്തില്ലെങ്കിൽ എന്താണ് ഞങ്ങൾ ജീവിക്കാൻ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രതികരിച്ചത്. നമ്മൾ അതും പ്രകാരം വണ്ടി തടഞ്ഞ് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അന്നേരം വെള്ളം ഒഴിക്കുക. ഇപ്പോഴാണ് വന്നത്. എന്തായാലും നിങ്ങൾക്ക് ഏറെ ഭയപ്പാടുണ്ടാക്കുന്ന ഒരു കാര്യം ഈ ഒരു പാലത്തിന്റെ ശോചനീയാവസ്ഥ കണ്ടപ്പം ഞങ്ങൾക്ക് എല്ലാം ഭയപ്പാടായി. തൊട്ടടുത്ത് ആ പാലത്തിനോട് ചേർന്ന് തന്നെ സ്കൂളും ഉണ്ട്. അത് തന്നെ നടുക്കൂടെ വിണ്ടി വരുന്നുണ്ട്. ആ പാലം രണ്ടായിട്ട് വിണ്ടിരിക്കുക. അതിനുള്ള പരിഹാരം കാണണം എല്ലാ അധികാരികളും. വേറെ ഞങ്ങൾക്കൊന്നും വേണ്ട.